ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പെൻഡാസ് എന്ന ചെടീൻ്റെ പേര് തോന്നുന്നുണ്ട്. ഇതിന് കുറേ കളക്ഷൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പം അവിടെ തന്നെ പൊട്ടിമുളച്ചുണ്ടായതാണ് കേട്ടോ. ഒരു വിത്ത് വീണിട്ടോ അങ്ങനെ അറിയില്ല, ഉണ്ടായതാണ്. അപ്പം ഇത് പൂവിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. നല്ലൊരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് റോസ് കളറായിട്ടൊരു ഇതാണ്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതിന് ഒരുപാട് വെറൈറ്റീൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിങ്കോണിയംസ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഇതിന് വെയിൽ പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ തണലത്ത് വെക്കുമ്പോൾ ഒട്ടും മണ്ണില്ല കേട്ടോ. അതിൽ കുറച്ച് മണ്ണ് അതിൻ്റെ അടിയിലുള്ളൂ. പക്ഷേ ഇത് തണലുണ്ടായാൽ നല്ല അടിപൊളിയായിട്ട് വളരും. അപ്പം ഇതൊരു വേറൊരു നമ്മുടെ നീലക്കൊടുവേലി എന്ന ചെടീൻ്റെ താഴെ ഞാൻ വെച്ചതാട്ടോ. ഇതിൻ്റെ ഒരു 5-6 വെറൈറ്റീൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, ഡോട്ടുള്ള മണി പ്ലാന്റ് ഫാമിലിയിൽപ്പെട്ട ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ എന്താണ് സിങ്കോണിയംസ് ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇത് നല്ല പച്ച പിടിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം റീച്ചൊക്കെ ആയിട്ടുണ്ട് ആ വീഡിയോ. അപ്പം ഈ സിങ്കോണിയം കണ്ടോ, ഇത് ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയും അതിൻ്റെ എന്താ നമ്മൾ ഈ ഒരു തണലത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഒരു ഇളമ്പച്ച കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറ് ഇലക്കൊക്കെ. ഇതിൽ നിന്ന് മണ്ണ് കുറവാട്ടോ ഇതിലൊക്കെ. ഇതൊന്നും ശരിക്കും നിൽക്കുന്ന ചട്ടിയിൽ അല്ല, അത് പുറത്തേക്ക് കൊണ്ട് വന്നിട്ട് വേരൊക്കെ താഴത്തേക്ക് ഊന്നി പിടിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഇലച്ചെടികളായാലും പൂർണ്ണ ചെടികളായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് അല്ലേ. ചില ആൾക്കാരെ പറയും കറുത്തോല് വെളുത്തോല് എന്നൊക്കെ. അങ്ങനത്തെ അധികം നടക്കുന്ന സമയമാണല്ലോ. അപ്പം എത്ര അവയർനെസ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള വേർതിരിവ് എപ്പോഴും ആൾക്കാരെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ കറുപ്പിനും വെളുപ്പിനും അതേപോലെ എല്ലാ ചെടികൾക്കും, ലോക്കൽ ചെടികളും നല്ല ചെടികളും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഏതൊരു സാധനത്തിനായാലും അതിനുള്ള വാല്യൂസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു പ്ലാവിനെ അത് കാണിക്കാൻ കാരണം ഒരു വസ്തുവിനും പറ്റാത്തൊരു ചക്കയാണ് കേട്ടോ. ഇതിലൂടെ ചുളി ഉണ്ടാവില്ല, അതേപോലെ ഇങ്ങനെ ഉണ്ടാവും, വാടി വെക്കും. ഈ താഴെ കാണുന്ന ഈ ഒരു കലാത്തി ഉണ്ടല്ലോ, ഇതൊക്കെ പോയതായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ മുളച്ച് വരികയാണ് ഇപ്പോൾ. അതേപോലെ ഈ മുരിങ്ങിക്കായിൻ്റെ പോലത്തെ ഒരു എന്താ പറയുക, സ്നേക്ക് പ്ലാന്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ ഈ ഒരു ചെടികൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമുക്ക് പൂക്കളൊക്കെ ലേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് ഉണ്ടായി വരുന്നുണ്ട് ചെടികളൊക്കെ. എന്താണ് ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ ഒക്കെ മൊത്തത്തിൽ ചെടിയാണ് കേട്ടോ. പക്ഷേ വെയിലുള്ള കാരണം നമ്മുടെ അഗ്ലോണിമക്കും അതേപോലെ ചില ചെടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ കൊണ്ട് തന്ന ചെടിയായിരുന്നു, അഗ്ലോണിമൊക്കെ ആയിരുന്നു കേട്ടോ. ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു പ്ലാവുമെന്ന് ഇല വെക്കുന്നൊരു പ്രശ്നമുണ്ട്. അത് ഇടയ്ക്കെല്ലാം നീക്കി വെച്ച് ഞാൻ അടിച്ചു തരും. അന്ന് ഫുള്ള് നീക്കി വെച്ചിട്ട് അടിച്ചു തരും കേട്ടോ. സ്ഥലം മാറണമെങ്കിൽ മാറ്റും ചെയ്യും. അതേപോലെ കുറേ തൈകളൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് തൈകളായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സെയിലിടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിശാഗന്ധിൻ്റെ ഒരു തൈയും കൂടെ കുഴിച്ചിട്ടിട്ടുണ്ട്. നിശാഗന്ധി ഇവിടെ കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. ഇപ്പം അത് പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. അതാണ് പിടിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ഞാൻ. അതുപോലെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടൊരു മെലസ്റ്റോമയാണ് കേട്ടോ. അത് ആദ്യമായിട്ടുണ്ടായൊരു പൂവാണിത്. 130+ CC അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അത് സംഭവം നല്ല രസമാണ് കേട്ടോ. നിറച്ച് പൂട്ട് നിൽക്കാൻ കാണാൻ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇതിനെന്താ പറയുക, കാശിത്തുമ്പ. നമ്മളൊരു ചെടി കുഴിച്ചപ്പോൾ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല നിറച്ച് പൂട്ടിക്കണം. പക്ഷെ ആ ഒരു കോലത്തൊന്നും ആയിട്ടില്ല കേട്ടോ. അത് എന്താ അറിയില്ല, അതിനെന്താ പറ്റിയെന്ന് അറിയില്ല. അതിലൊക്കെ മഞ്ഞ കളറായിട്ട് അങ്ങനെ പോയി. പിന്നെ 10 മണി ചെടിയിൽ പുതിയതായിട്ട് പൂവുണ്ടായ ഒരു ചുവപ്പ് കളറാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ പോയി. നമ്മുടെ 50 രൂപക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കലാത്തിയാണ് ആ ഒരു പിങ്ക് കളറിലുള്ളത്. അതിപ്പം കുറേ തൈകളായിട്ടോ. ഞാൻ DAP ഇട്ട് കൊടുക്കുക ചെയ്തത്, നല്ലപോലെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനൊക്കെ തണലാണല്ലോ വേണ്ടത്. കുറച്ച് വെയിൽ തട്ടുമ്പോൾ ഇതിനൊക്കെ കണ്ടോ, അതേപോലെ കരിഞ്ഞു പോവും. എല്ലാ ചെടികളും കുറേശ്ശെ ഉണ്ട്. പിന്നെ ഇതിന്മേൽ പൂവ് ഞാൻ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അത് പോയിട്ടോ. കാരണം ഉച്ചയാണ് ഞാൻ അത് നോക്കാൻ ചെന്നപ്പോഴത്തേക്ക് എന്താ പറയുക, അത് പൂമ്പിപ്പോയി. ഇനിയും കുറേ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് മുട്ടിട്ടതായിരുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ പൂവിട്ടത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അത് പൂമ്പിപ്പോയി കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഞാനത് രാവിലെ തന്നെ വീഡിയോ എടുത്തിടണം. അപ്പോൾ
നമ്മുടെ വീഡിയോ കണ്ട് കുറേ പേര് നമ്മളെ കൂടെ കൂട്ടായിട്ടുണ്ട്. 1.7K നമ്മൾ ക്രോസ് ചെയ്തു കേട്ടോ. ഇന്നുള്ള യാത്രയിലും എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ 1.7K നമ്മൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 1K കഴിഞ്ഞ് വല്ലാണ്ട് കഴിയുന്ന മുന്നേ തന്നെ 1.7K 700 സബ്സ്ക്രൈബേഴ്സ് വീണ്ടും നമ്മളെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.